അതൊക്കെ എൻ്റെ മിനിസ്ട്രിക്ക് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്ത എല്ലാ കൂട്ടായ്മകൾക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയറ്റുകയില്ല. എനിക്ക് ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിർത്തും. കാരണം ഞാൻ ദുബൈയിൽ കരാമയിൽ ട്രിനിറ്റി ചർച്ചിനകത്ത് കർമ്മേൽ ഏച്ചി എന്ന് പറഞ്ഞൊരു കുടിവരവ് അവിടെ ആരംഭിക്കാനും അവിടെ പാസ്റ്ററായിട്ട് ഇരിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നായിരുന്നു. അവിടെ ഒരു 200 മേൽ ഗ്രൂപ്പുകളുടെ കൂടിവരവ് ആ ട്രിനിറ്റി ചർച്ചിലുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൂട്ടർ പായുമായിട്ട് വാതിക്കൽ ഇങ്ങനെ ഇരിക്കാം. ചിലപ്പോൾ ഈ സമയം കൂടിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ച് കയറുവാൻ അവിടെ, കാരണം സമയത്തിന് കാശ് കൊടുത്തിട്ടാണ് ഓരോരുത്തരും ടൈം എടുത്തേക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ നിർത്താനും അറിയാം. പക്ഷെ എന്നാലും ചില സമയത്ത് ചിലടത്ത് വചനം ആവേശം കൊണ്ട് അങ്ങ് ചിലപ്പോൾ ഇന്ന് കൂടിപ്പോയി. എന്നാലും ഇവിടെ കൂടുതൽ കണക്ട് പോയിട്ട് മറ്റൊരു കൂടി പോകണം. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഈ സമയത്തിനുള്ളിൽ തീർക്കത്തക്കവണ്ണം എന്താണ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടത് കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ പാട്ട് പാടിയതിനകത്തും ഒക്കെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വന്ന് വെറുതെ ഇരുന്നേച്ച് വെറുതെ പോകരുത്. പണ്ട് കാലത്ത് ദൈവസന്നിധിയിൽ അല്ലായിരുന്ന സമയത്ത് ഗാനമേളയ്ക്കും കഥാപ്രസംഗങ്ങൾക്കും നാടകങ്ങൾക്കും ഒക്കെ പോകാറുണ്ട്. അവിടെ നമുക്ക് വലിയ ഭാരവാഹിത്വമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ വന്ന് ഇരുന്ന് കണ്ട് രസിച്ചു പോവുകയാണ്. അങ്ങനെയല്ല നാം ദൈവസന്നിധി കൂടി വരുന്നത്. കണ്ട് അങ്ങ് രസിച്ചു പോകാനല്ല, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു പോകുവാൻ. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ലഭിക്കപ്പെടാത്തൊരു ഭാഗ്യപദവിയാണ് നമുക്കൊരു നേരം ദൈവസന്നിധിയിൽ അല്പസമയം ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം തരുന്ന സമയം. പലർക്കും ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ പോകുന്നവരുണ്ട്. എന്നാൽ കിട്ടുന്ന സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനിവിടെ ഇരുന്നപ്പോൾ തൊട്ട് ഞാൻ സന്തോഷിക്കുകയായിരുന്നു. ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് കാണുവാൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. ഇന്ന് വൈകി പകൽക്കാലവും ദൈവം അല്പം കൊണ്ടും നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാകുകയാണ്. ദൈവകരങ്ങളിലേക്ക് പിന്നെയും ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇവിടെ രാവിലെ വന്നപ്പോൾ മോനുടെ സ്ക്രീനിൽ ഒരു വാക്യം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു വാക്യം ആദ്യം എടുക്കണ്ട. അത് കഴിഞ്ഞ് ഞാൻ അത് ശ്രദ്ധിച്ചു. അപ്പൊ തന്നെ എന്നോട് ഹൃദയത്തിൽ തോന്നി അതിനോടുള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞു. ഇവിടെ കർത്താവദാസ് പാട്ട് പാടി, നമ്മളെല്ലാം ചേർന്ന് പാടി. വെളിച്ചം വീശുമ്പോൾ അന്ധകാരം മാറും. ഞാൻ എടുത്ത തീരുമാനം തന്നെ ദൈവം നമ്മുടെ പാട്ടിലൂടെയും സംസാരിക്കുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇവിടെ വചനം പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ആരാ? യേശു ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ഇവിടെ വന്നപ്പോൾ സ്കോട്ട്ലൻഡിലായിരുന്നു കുറച്ച് കൂടുതൽ സമയം ചെലവഴിച്ചത്. നേരെ വിളിക്കാൻ ഒരു 9 മണിയാണ്. ഒരു 3:30 ആകുമ്പോഴത്തേനും ഇരുട്ടായി. ക്ലോക്കെ നോക്കിയാലും ഞങ്ങൾ പഠിച്ച കാഴ്ചപ്പാടിൽ സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇരുള്. ഇവിടെ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നില്ല, ഫുൾ ഇരുളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ടാകും? ഒന്ന് പകരായെങ്കിലേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നടപടാൻ പറ്റും. വെളിച്ചമില്ലെങ്കിൽ ഒത്തിരി നമുക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാണേണ്ടതൊക്കെ കാണേണ്ടതുപോലെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെളിച്ചം നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. വെളിച്ചമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം തമ്മിലൂടെ കാണുന്നത്.
ചോദിച്ചാൽ അവരുടെ ബുദ്ധിമുട്ട് പറയും. എൻ്റെ ചർച്ചില് ട്രെയിനിൽ പാട്ട് പാടി ഭിക്ഷ എടുക്കുന്ന ഭാര്യയും ഭർത്താവുണ്ട്, കണ്ണു കാണാത്തവര്. അവര് ഈ സമയത്തൊക്കെ അവർ സ്വന്തമായിട്ട് പാട്ട് എഴുതി പാടും, നമ്മുടെ ക്രിസ്തീയ പാട്ടുകൾ. അതായത് പല പാട്ടുകളും അവരുടേതായ അവർ പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടിന്റെ ട്യൂണിങ്ങിലൊക്കെ ആയിരിക്കുമെങ്കിലും വാക്കുകൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് അവരത് പാടുന്നത്. ഞാൻ അവരെ ഓർക്കുമ്പം അവർക്കൊക്കെ തപ്പിത്തടഞ്ഞ് ഒരു വഴിയിൽ തെറ്റാതെ ഒരു കാലയിലും വീഴാതെ അവർ വരേണ്ടിടത്തൊക്കെ വരുന്നു. അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഓർക്കുമ്പം നമ്മൾ എത്ര ഭാഗ്യന്മാരെ, നമുക്ക് കാണേണ്ടതെല്ലാം കാണാൻ ദൈവം കൃപ തന്നു. അപ്പോഴേ നമ്മുടെ ഈ വായിച്ച വേദവാക്യം നമ്മുടെ കർത്താവ് ലോകത്തിന്റെ വെളിച്ചം എന്തിനാണെന്നറിയാമോ? നമുക്ക് കാഴ്ച ചില കാര്യങ്ങൾ കാണാൻ. നമ്മൾ അങ്ങനെയാ നമ്മൾ ആ കർത്താവിന്റെ വെളിച്ചത്തിൽ നമ്മളെ ആക്കിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വയൽക്കാർ ഇവിടെ ഇങ്ങനെ കൂടാൻ കാര്യമായത്. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഉദിച്ചത് കൊണ്ടാണ്. പാവത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായങ്ങളെ കുറിച്ചും നമുക്ക് എപ്പോഴും ബോധം വരുന്നത് കൊണ്ടാണ് നമ്മളൊരു ക്രമീകരണം പ്രാപിച്ച് ദൈവസന്നിധിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത വാക്യം പറഞ്ഞേ, എന്നെ അനുഗമിക്കുന്നവൻ ആ മതി. അവിടെ ഓർത്തു നോക്കണം, കർത്താവ് വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ അനുഗമിക്കുന്നവൻ എവിടെ നടക്കത്തില്ല? എന്തെങ്കിലും ഇരുളിലൂടെ നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചോദിക്കും. ഞാൻ ഇരുളിന്റെ പ്രവൃത്തികൾ എന്നിലുണ്ടോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികൾ, അനുകരിപ്പാൻ പറ്റാത്ത പ്രവൃത്തികൾ ദൈവത്തിന്റെ വെളിച്ചത്തിലെല്ലാം കാണും. അവൻ കുറവുണ്ട്. ഞാൻ പറയും, പാപത്തിന് കണ്ണില്ലെന്നാണ്. എനിക്ക് നല്ലോണം അറിയാം, പാപത്തിന് കണ്ണില്ല. അവന് ബോധം പോവും. അവൻ ചെയ്യുന്ന പാപം എന്താ പാപം ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നതൊന്നും അവന് ബോധമില്ലാതെ പോകും. സഭയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനകത്ത് ആ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. എനിക്കറിയില്ല, പ്രേതം എനിക്ക് ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അയ്യോ പാസ്റ്റേ ക്ഷമിക്കണേ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഞാൻ ആരെയും പബ്ലിക്കിൽ എനിക്ക് പറയുന്നത് ഇല്ലാത്തത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പാപം ചെയ്യുന്നവൻ അറിയുന്നില്ല, മറ്റുള്ളവർ കാണുന്നത്. വെളിച്ചത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്, അവന്റെ സ്വബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ഇരുളിന്റെ നടക്കാതെ വെളിച്ചത്തിൽ നടക്കാൻ വേണ്ടി ദൈവം ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം ദൈവം നമ്മളിൽ തന്നു. അങ്ങനെ ഈ 10-ാം സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ വെളിച്ചം നമ്മളിൽ തന്നു. വായിച്ചു, ഓടിച്ചു വായിച്ചു. 5:15-16 വാക്യം. വിളക്ക് കത്തിച്ച് പറയിക്കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പം നമ്മൾ ആദ്യം വായിച്ചത് ഈ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ഇവിടെ നമ്മൾ വായിച്ചത് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഇല്ലയോ? നമ്മളെങ്ങനെ വെളിച്ചമായ? നമ്മൾ ഇരുളിലായിരുന്നു. കർത്താവിന്റെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വെളിച്ചം. ഒന്ന് ഓർക്കണം, ഞാൻ ദൈവത്തിന്റെ വെളിച്ചമാകും. എന്തിനറിയാം നമ്മളെ വെളിച്ചത്തിൽ ദൈവമാക്കിയേ? എന്നിലുള്ള വെളിച്ചത്തിൽ മറ്റന്ധകാലത്തിൽ നടക്കുന്നവനെങ്കിലും കണ്ണു തുറന്ന് കണ്ടു നടക്കാൻ. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നമ്മെ തീർത്തു. യേശു ലോകത്തിന്റെ വെളിച്ചമായി. ആ വെളിച്ചം അന്ധകാലത്തിൽ കിടന്നിരുന്ന നമ്മുടെ മേൽ ഉദിച്ചു. ആ ഉദിച്ചത് കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വെളിച്ചമായി. ഇനിയും നമ്മൾ ഇരുളിൽ നടക്കാതെ അനേകർക്ക് വെളിച്ചം പകരാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ഈ വെളിച്ചത്തിന്റെ ശക്തിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ തിരുവചനത്തിലുണ്ട്. ദൈവം വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തോടെ ചൊറിയാൻ പോയാൽ അങ്ങനെയുള്ളവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. നമുക്കറിയാം, ശൗൽ അല്ലെങ്കിൽ പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക
എഴുതാൻ വേണ്ടി മഹാപുരോഹിതന്റെ ലെറ്ററൊക്കെ വാങ്ങിച്ചിട്ട് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ പ്രകാശം ഒരൊറ്റ മിന്നൽ, അത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രകാശം പോലല്ല. ആ പ്രകാശത്തോട് ചൊറിയാൻ പോയാൽ ആ പ്രകാശം നമ്മളുടെ മേൽ അടിക്കാം. എത്ര വലിയ ശക്തിയുള്ള കുതിരപ്പുറത്തായാലും താഴെ വീഴും. താഴെ വീഴുന്നത് മാത്രമല്ല, അവൻ ചോദിച്ചു, ഒരു ശബ്ദം കേട്ടപ്പോൾ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസറായ യേശുവാണ്. മാത്രമല്ല, അവന്റെ കണ്ണ് വെൽഡിംഗ് ലൈറ്റിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ്, ഞങ്ങൾക്ക് ഫാബ്രിക്കേഷൻ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, വെൽഡിംഗ് ലൈറ്റ് നോക്കിയിട്ടുള്ളവർക്കറിയാം. അങ്ങനെയുള്ളവർ പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ കട്ടിക്ക് ചെയ്തിട്ട് കണ്ണയിലൊക്കെ വെച്ച് വേണം രാത്രി കിടക്കാൻ പറ്റും. അതേപോലെ പ്രകാശമുള്ള ഒരു പ്രകാശം അടിച്ചു കഴിഞ്ഞപ്പോ എത്ര മസിലി പിടിച്ചവനായാലും എത്ര ക്രൂരനായാലും യേശുവിന്റെ അരികിൽ ഉദവിയാൻ പോയാൽ ആ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അവനത് ബുദ്ധിമുട്ടാണ്. 3 ദിവസം ഉപവാസമിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കർത്താവ് അനനിയാസിനെ പറഞ്ഞു വിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കണ്ണിന് ചെറിയ കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന്റെ അരികിൽ, ഈ പ്രകാശത്തിന്റെ അരികിൽ കളിച്ചാൽ കളിക്കുന്നവന് പ്രശ്നം. അതുകൊണ്ട് ഈ പ്രകാശം നമ്മുടെ മേൽ ഉദിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മേൽ ഉദിച്ചത് ദൈവത്തിന്റെ ഒരു മഹത്വം നാം വെളിപ്പെടുത്തേണ്ടതാണ്. അടുത്ത ഒരു വിഷയം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ വായിക്കുന്ന കാരാഗൃഹത്തിൽ കിടന്ന പത്രോസ് പൂട്ടിയിട്ടിരിക്കുക. യാക്കോബിനെ കൊന്നത് എല്ലാവർക്കും, യഹൂദന്മാർക്കൊക്കെ സന്തോഷമായെന്ന് കണ്ട് പത്രോസിനെ പിടിച്ചിട്ടിരിക്കുക. എന്നാൽ ദൈവജനം പ്രാർത്ഥിച്ചതുകൊണ്ട്, പ്രാർത്ഥനയുടെ ഫലമായി ഈ പ്രകാശം ആ കാരാഗ്രഹത്തിൽ ഒന്നും മിന്നി. എത്ര വലിയ അമിക്കയറുകൾ കൊണ്ട് മുട്ടിയാലും, എത്ര വലിയ ബന്ധനങ്ങളായിരുന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും ഈ പ്രകാശം ഒന്ന് മിന്നിയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഈ പ്രകാശം സാധാരണ വിധത്തിലുള്ള ഒരു പ്രകാശമല്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആ വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, അമിക്കലുകൾ അഴിയും. ദൈവപ്രവൃത്തി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തതിന് ഇതൊരു സ്വപ്നമാണോ എന്ന് പത്രോസ് ചിന്തിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്ന ഒരു പ്രകാശമാണ് ഈ പ്രകാശം എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞുകളി പ്രകാശത്തിലല്ല നാം ആയിരുന്നു. അത്താഴം സുഹൃത്തുക്കൾ വായിച്ചു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം നമ്മളെല്ലായിടത്തും പ്രകാശിക്കും. നമ്മുടെ പ്രകാശം കണ്ടിട്ട് കുറെ പേര് ഈ പ്രകാശത്തിലേക്ക് വരാൻ, അവർക്ക് കാഴ്ച പ്രാപിപ്പാൻ ദൈവം തന്ന താലന്തുകൾ തന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കണം. മടുപ്പ് കാണിക്കരുത്. ഞാൻ പലർക്കും പറയാറുണ്ട്, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, അല്ലയോ? ആണോ? ജോലി ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുക. ഇവിടെ വന്നപ്പോൾ ആൾക്കാർ പറയും, പാസ്റ്ററെ ശനി ഞായറും ജോലി ചെയ്താൽ ഡബിൾ ശമ്പളം കിട്ടും. എനിക്ക് നിങ്ങളെ ആരും കുറ്റം പറയല്ലേ, പോണേ, നിങ്ങൾ കാശ് ഉണ്ടാക്കണം. എന്നാൽ ആരാധിക്കുവാൻ കിട്ടുന്ന സമയം കിട്ടിക്കോണം. ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി നിങ്ങൾ പോക്കറ്റ് കുറിപ്പിക്കാൻ പോകരുത്. ഇട്ടാൽ ഇപ്പുറത്തുള്ള താഴെ പോകും. ഒറ്റ ഒരുത്ത സമ്പാദിച്ചു വെക്കത്തില്ല. ദൈവത്തിന് കൊടുക്കാൻ സമയമുണ്ടെങ്കിൽ കൊടുത്തോളാം. ബാക്കി അധ്വാനിച്ചോ, അധ്വാനിക്കണം. വീഴാൻ ചിലവ് കഴിയാൻ വേണമല്ലോ. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുക, അല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുക അല്ല. അതൊന്ന് ഓർത്തോളൂ. അപ്പം ദൈവം നമ്മളെ ആക്കിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിന് പ്രകാശം കൊടുക്കുന്നവരായി. കാരണം മറ്റുള്ളവരും കൂടി ഇതിലേക്ക് വരത്തോളം തണ്ടിന്മേൽ നിന്ന് പ്രകാശിക്കുന്ന വിളക്കുകളായി നാം നിൽക്കുവാൻ നമ്മുടെ പറയാൻ. തണ്ടിന്മേൽ നിന്നെങ്കിൽ പ്രകാശം മറ്റുള്ളവരിൽ അറിയത്തുള്ളൂ, കാണത്തുള്ളൂ, അതിൽ കൂടെ വരത്തുള്ളൂ. കാരണം ചുടുതലത്തിന്റെ സ്വഭാവം നമുക്ക് ആകരുത്. മറ്റുള്ളവരെ ആത്മീയത നഷ്ടപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും നമ്മൾ
ആകരുത്. വിളക്കായി അനേകർക്ക് പ്രകാശം കൊടുക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു ഈ വിഷയം പറഞ്ഞപ്പോൾ 4 സ്ഥലത്ത് നിങ്ങളുടെ വിളക്ക് വെക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ അത് വിവരിപ്പാണെങ്കിലും ഹെഡിങ് മാത്രം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ ഇത് തന്നെ ചിന്തിച്ചതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. 4 സ്ഥലത്ത് വെക്കരുത്. ഒന്ന്, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ പറയുന്നുള്ളൂ, നിങ്ങളുടെ വിളക്ക് കത്തിച്ച് എവിടെ വെക്കരുത്? പറ. ഇനിയും പറ എന്തിനു ഉപയോഗിക്കുന്ന? അളക്കാൻ ഉപയോഗിക്കുന്ന. അപ്പൊ ഇന്നത്തെ കാലത്തുള്ള കുഞ്ഞുങ്ങളോട് പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അന്ന് പണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആദ്യം പഠിപ്പിക്കുന്ന പറ, തറ ഒക്കെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്കറിയാം പറയാനോ. ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന, വ്യാപാരത്തിനായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉപജീവന ചിന്തകളാലും മറ്റുള്ള പദ്ധതികളുമായിട്ടും നമ്മൾ ഇങ്ങനെ പോയാൽ ഒരു നാള് നമുക്ക് വരുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. യേശുക്രിസ്തു ഉപമയോട് പറഞ്ഞു, ഒരു കല്യാണത്തിന് വിളിക്കാൻ പറഞ്ഞവരോട് പറഞ്ഞു, ആരോട് വിളിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങള് ഇച്ചിരി സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ആ സ്ഥലമൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല. അടുത്ത കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ 2 കാളെ വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട് മാസ്റ്ററെ, ഞങ്ങൾ പോരാൻ പറ്റത്തില്ല. മറ്റവന്റെ പ്രതാപം പറഞ്ഞു, ഇവന്റെ ജോലി പറഞ്ഞു. 3ാമത്തവനോട് പറഞ്ഞു, ഞങ്ങളെ ഇപ്പോഴും കല്യാണം കഴിച്ചതേ ഉള്ളൂ, പിള്ളേർക്ക് ട്യൂഷന് പോകണം, രാത്രി പഠിപ്പിക്കാറുണ്ട്, പാസ്റ്റർ പറയുന്നുണ്ട്, പാസ്റ്റർ ജോലിയാ സഭ എന്ന് പറയുന്നത് ആള് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വരാൻ പറ്റും. 3 കൂട്ടരും വരാൻ പറ്റും, 3 പേർക്ക്. പക്ഷെ യോഗ്യതയില്ലാത്ത അവർ വന്നു. നിങ്ങൾക്കറിയാമോ എന്തുമാത്രം നോർത്ത് ഇന്ത്യ പ്രശ്നം നടക്കുന്നുണ്ടറിയോ? പക്ഷെ അതുപോലെ ജനം ഈ സത്യദൈവത്തിലേക്ക് വരുന്നുണ്ട്. അത് കണ്ടിട്ട് അവർ ഇത്രയും കളകുന്നത്. കാരണം അവർക്കറിയാം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവം അവരുടെ ഇടയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട് അനേകരുടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയും നോർത്ത് ഇന്ത്യയിലെ പല സഭകളിലും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയും ദൈവവേല ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നത് എനിക്കത് പോകാതെ സന്തോഷം. ആത്മാക്കളെ രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് പണം കിട്ടിയിട്ടല്ല. ഞങ്ങൾക്ക് ഞാൻ സ്വതരാഴ്ച പോലും ഇല്ല, ഒന്നും കിട്ടിയിട്ടല്ല. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് കാണും. മാത്രമല്ല അവർ ഞങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന സ്വീകരണം കൊണ്ട് നിങ്ങൾ കണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ വീഡിയോ ക്ലിപ്പ് ചെയ്യാൻ പറ്റും. വെറും മുളകുണ്ട്, കീറിയുണ്ട് ഉണ്ടാക്കി പ്ലാസ്റ്റിക് ഇട്ട ഒരു 500 വീട്. അങ്ങനെ അതോടെ പോയി ഞങ്ങൾ സുവിശേഷം പറയും. അതിനകത്ത് കുറേയേറെ ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്നവരെ അവരുടെ വെള്ളം കുടിക്കാൻ അവർ തരത്തില്ല. കടയിൽ പോയി കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങളെ സ്വീകരിക്കുന്നതൊക്കെ ഞാൻ ആ വീഡിയോക്കകത്തിട്ടു. അവൻ കണ്ടിട്ട് എന്നോട് ആ കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയാറുണ്ടായിരുന്നു. ഞങ്ങളെ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പണം തരുന്നതിനകത്തല്ല, അവരെ സ്നേഹിക്കുന്ന സ്നേഹം. അപ്പൊ ഇന്ന് കർത്താവ് നമ്മൾ യോഗ്യരല്ല എന്ന് പറയുന്ന അനേകരെ ദൈവം യോഗ്യരാക്കിക്കൊണ്ടിരിക്കുക. മുമ്പന്മാരെല്ലാം പിമ്പന്മാരായിരിക്കുക. പറയുന്നത് അപ്പൂപ്പന്റെ കാലത്ത് ലോകാശയ വന്നപ്പോ ഞങ്ങള് ക്രിസ്ത്യാനിയായതാന്ന് പറയും. നെഞ്ചു പിടിച്ച് നടക്കുക. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, ഈ പ്രകാശത്തിൽ നടക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിന്റെ പടിവാതിൽ കാണത്തില്ല. അതുകൊണ്ട് വ്യാപാരം ചെയ്യും. നിങ്ങളുടെ വ്യാപാരത്തിനകത്ത് നിങ്ങൾ അതിനെ മൂടി വെക്കാൻ പാടില്ല. ദൈവം തന്ന പ്രകാശം അത് തന്നിന്മേൽ നിന്ന് അനേകർക്ക് പ്രകാശമാണ്. നിങ്ങൾക്ക് ദൈവം തന്ന ജോലിയും ദൈവം തന്ന നന്മകളും ഒക്കെ നല്ലതാണ്, നിങ്ങളോടുള്ള നീതിയാണ്. പക്ഷേ നിങ്ങൾക്കുള്ളിൽ തന്നിരിക്കുന്ന പ്രകാശമുണ്ടല്ലോ, അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ തക്കോണം ദൈവം തന്നിന്മേൽ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ പറയും കീഴിൽ കുഴിച്ചിടരുത്. സമയം കൂടുകയാണല്ലോ.
സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യം. അവിടെ സ്ഥലം പറയുന്നുണ്ട് കട്ടിൽ കീഴിൽ കൊണ്ടുവെക്കരുത്. ഞാൻ നോക്കിയപ്പോ ഉറങ്ങാൻ നല്ല ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ലണ്ടൻ. കാരണം അതിന് പറഞ്ഞ രജായിന്ന് ഞങ്ങൾ ഹിന്ദി പറയുന്നത് അതിനകത്ത് ഇങ്ങോട്ട് കയറി കിടന്നാലുണ്ടല്ലോ ഉണരത്തില്ല. അതിന്റെ സുഖമാണ്. ശനിയാഴ്ച ഞായറാഴ്ച അവധി കിട്ടുന്ന ദിവസം ഞങ്ങൾ എഴുന്നേക്കുന്നത് 10 മണിക്കാണ്. ചിലപ്പോ ഉറങ്ങിപ്പോവും. പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനായി പോയില്ലെന്ന കുഴപ്പം ഉറങ്ങിയേക്കാം. കട്ടിലിന്റെ കീഴിൽ കൊണ്ടുവെക്കരുത് ഈ പ്രകാശം. മടിയന്മാരായി തീരരുതെന്ന്. ഈ പ്രകാശത്തിൽ ദൈവം നമ്മെ ആക്കിയെങ്കിൽ, തന്നിന്മേൽ നിന്ന് പ്രകാശിക്കുവാൻ ദൈവം നമ്മെ പ്രകാശത്തിന് കീഴിലാക്കിയെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകരുത്, മടിയന്മാരായി പോകരുത്, കട്ടിലിന്റെ കീഴിൽ കൊണ്ടുവെക്കരുത്. ഈ പ്രദേശത്ത് നിങ്ങൾ ശോഭിക്കുവാൻ തക്കണം, അനേകർക്ക് പ്രകാശമാകുവാൻ തക്കണം. ദൈവം നിങ്ങളുടെ പ്രകാശം. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അവിടെ നിങ്ങൾ പ്രകാശമാകണം. കർത്താവ് നമ്മളെ പ്രകാശമായിട്ട് തണ്ടിന്മേൽ നിൽക്കുന്ന വിളക്കായി നമ്മളെ ഉപയോഗിച്ചിരിക്കുക. അപ്പൊ എവിടെ ചെന്നാലും പ്രകാശിക്കുന്നതാണ്, അന്ധകാരത്തിലായിരുന്നു. അപ്പൊ മടി മാറും. കട്ടിലിൽ കിടന്നുറങ്ങുന്ന മടിയന്മാരായി തീരാൻ ഇടയാകരുതെന്ന് യേശു ഓർപ്പിച്ചു. 1 പറയുകയും 2 കട്ടിലുകയും. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം. അവിടെ പറയുന്നത് വിളക്ക് കത്തിച്ചിട്ട് ആരും എന്ത് ചെയ്യരുത്, പാത്രം ഇതിന് ഉപയോഗിക്കുന്ന. അവിടെ പാത്രം കൊണ്ട് ഉപജീവനമാണ്. ഉപജീവനം കൊണ്ട് നമ്മൾ മൂടരുത്. എപ്പോ ചോദിച്ചാൽ പാസ്റ്റർ ജോലിക്ക് പോകുന്നേ, ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ കർത്താവിനുള്ളത് കർത്താവ് കൊടുക്കണം, നമുക്കുള്ളത് നമ്മൾ എടുത്തോളാം. കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കണമെന്നേ. പാത്രം ഉപജീവനമാണ്. പാത്രം കൊണ്ട് മൂടി വെച്ച് ഒതുങ്ങി ഒരിടത്ത് കൂടി കൂനയായി ഇരിക്കുവാനല്ല ദൈവം തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്കായി നമ്മുടെ മേൽ പ്രകാശം ഉദിപ്പിച്ച് നമ്മെ നിർത്തിയത്. അതുകൊണ്ട് ഈ ദൈവസഭ വരുന്ന നാളിൽ തണ്ടിന്മേൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശമായി തീരും. ഹല്ലേലൂയ. മുഖവരി മാത്രം പറഞ്ഞുകൊടുക്കുക. അടുത്ത വാക്യം കൂടെ വായിച്ച്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം വാക്യം. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അത് നിലവറയിൽ കൊണ്ടുവെക്കരുത് എന്ന് പറഞ്ഞ നിലവറ എന്ന് പറഞ്ഞാൽ അവിടെ അറിയാമോ, രഹസ്യ റൂമിൽ രഹസ്യമായിട്ട് വെക്കരുത്. നമ്മള് അത് മറ്റുള്ളവർക്കും കൂടെ പ്രകാശിക്കുവാൻ നിലവറയിൽ നിന്ന് എവിടെയെങ്കിലും എല്ലാവർക്കും പ്രകാശം കാണാൻ തക്കോണം തണ്ടിന്മേൽ കൊണ്ടുവെക്കണം. എന്നോട് പറഞ്ഞു പാസ്റ്റർ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. ഇന്നും ഒത്തിരി പഠനങ്ങളുണ്ട്. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥന. ഈ പണ്ട് ഊണ് കാര്യം പറഞ്ഞല്ല, വീട്ടിലെ ഊണ്, നാട്ടിലെ ഊണ്, റോഡിലെ ഊണ്, പിന്നെ ചന്തസ്ഥലത്തെ ഊണ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ആരാധന, വീട്ടിലെ ആരാധന, ടി വിയിലെ ആരാധന. അയ്യോ വയ്യാത്ത അപ്പച്ചന്മാർക്ക് ടി വിയിൽ കണ്ടോ, നടക്കാനും വയ്യത്തില്ല. പക്ഷേ ആയുസ്സും ആരോഗ്യവും ബലമൊക്കെ തന്നെങ്കിൽ ദൈവമക്കളുമായിട്ട് ഒന്നിച്ച് കൂടിയിരുന്ന് കൂട്ടായ്മ കാണിക്കണം. അടിസ്ഥാന ഉപദേശത്തിൽ ഒരു വ്യവസ്ഥയാണ് കൂട്ടായ്മ എന്നുള്ളത്. വിശുദ്ധന്മാരുമായുള്ള സംസർഗം. അത് പെരക്കാത്തിരുന്ന് ഞാൻ സൂമി കണ്ടോളാമെന്ന് കണ്ടിരിക്കുക. അതിന്റെ ജീവിതകാലം മുഴുവൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നു. എന്നോട് പടങ്ങരുത്, ഞാൻ ശപിച്ചു പോയെന്നും പറയുന്നത്. സൂമിലിരിക്കുന്നവർ സൂമിലിരുന്ന് പോകും.
ഇവിടെ അതല്ലേ ഇങ്ങനെ കഴിയുന്നു. ചിലതൊക്കെ അത് കണ്ടോണ്ട് ചെയ്യുന്നവർ കാണും, അറിവില്ലാത്തത്. വിശുദ്ധന്മാർ തമ്മിൽ അതുകൊണ്ട് കൂട്ടായ്മ ദൈവത്തോടും സഹോദരങ്ങളോടും ഒന്നിച്ചു വേണം. അവയെ കയറി രഹസ്യമായിട്ടിരിക്കാനല്ല, നാം പരസ്യമായി അനേകർക്ക് വിളക്കായി പ്രയോജനപ്പെടുത്തും. ദൈവം നമ്മെ വിളിച്ചിരുന്നു. ഈ സഭ വരും ആളുകളിൽ അറയിലിരിക്കുന്നവരാകാതെ അനേകർക്ക് പ്രകാശം കൊടുക്കുന്ന വ്യക്തികളാകാൻ ലോകത്തിന്റെ വെളിച്ചം നമ്മുടെ മേൽ ഉദിച്ചു. നമ്മുടെ മേൽ ഉദിച്ച വെളിച്ചം അനേകർക്ക് പ്രകാശം കൊടുക്കുക നമ്മൾ ഉദകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാ ദൈവം നമ്മെ വിളിച്ചു. അതുകൊണ്ട് പറയും കീഴി വെക്കരുത്, കട്ടിലി വെക്കരുത്, കീഴി വെക്കരുത്. ഹല്ലേലൂയ. പാത്രത്തിൽ വെക്കരുത്, നിലവറ വെക്കരുത്, 4 സ്ഥലത്ത് വെക്കരുത്. യേശു പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തോണം, എന്നെ ദൈവത്തിന്റെ പ്രകാശത്തിൽ ദൈവം എന്നെ ആക്കിയത് അടങ്ങി ഒതുങ്ങി ഉള്ളത്ത് ഒരുങ്ങി കൂടാനല്ല, എന്നെ തന്ന കൃപയ്ക്കൊപ്പമാണ് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കപ്പെടുവാൻ. അനേകർക്ക് ലഭിക്കപ്പെടാത്ത ഒരു ഭാഗ്യമുണ്ടെങ്കിൽ, അനേകർക്ക് കാണാൻ കഴിയാത്തത്, ഉന്നതന്മാർക്ക്, യോഗ്യന്മാർക്ക്, എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഒക്കെ കഴിയാത്ത ഒരു കാര്യം കർത്താവ് എന്നിൽ തന്നതിന്റെ ഉദ്ദേശം എന്നെ ദൈവത്തിന്റെ ഹിതത്തിനാക്കിയില്ല, അത് ദൈവ പദ്ധതിയിലാക്കില്ല. അതുകൊണ്ട് നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. അതിനാണല്ലോ അങ്ങ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ കാഴ്ചപ്പാടുള്ളവരായി, ദർശനമുള്ളവരായി, ഞങ്ങളെ ആക്കപ്പെട്ട ദേശത്ത് തണ്ടിന്മേൽ നിന്ന് പ്രകാശിക്കുന്ന വിളക്കുകളായി, അനേകർക്കതൊരു ആശ്വാസമായി, അനേകർക്കതൊരു നന്മയായി, അനേകർക്കൊരു കാഴ്ചപ്പാടായി ഞങ്ങൾ തീരുവാൻ തക്കോട്ടെ കർത്താവേ, ഇവിടെയുള്ള ഈ ദൈവസഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യും. അവരെ ദൈവം അനുഗ്രഹിക്കണം. വരും നാളുകളിൽ മഹിമ കണ്ട സാക്ഷികളായി